ശാസ്ത്രീയമായി ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മൾക്ക് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ടാബ്ലറ്റുകളോ ഉപയോഗിക്കാം. ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ ഇതിനോടൊപ്പം കൂടെയുണ്ട്. ഓരോ ആരോഗ്യ പ്രവർത്തകനും ആ ജലാശയത്തിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്ന് കണക്കാക്കി ആ വെള്ളത്തിന് ആവശ്യമായ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് എത്രയാണെന്ന് തിട്ടപ്പെടുത്തി ശാസ്ത്രീയമായി തന്നെ ഈ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളായ വയറിളക്കം, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഇ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിനായി ജലസ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തേണ്ടതുണ്ട്. വെള്ളത്തിന്റെ അളവിനനുസരിച്ച് ബ്ലീച്ചിംഗ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ഗുളികകൾ കൃത്യമായ അളവിൽ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ക്ലോറിനേഷൻ നടത്തിയാൽ മാത്രമേ രോഗാണുക്കൾ നശിക്കുകയുള്ളൂ. മാത്രമല്ല, കൃത്യമായ അളവിൽ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്തുപയോഗിക്കുന്ന വെള്ളത്തിന് രുചി വ്യത്യാസമോ മണമോ അനുഭവപ്പെടുകയില്ല. ജലസ്രോതസ്സുകൾ എങ്ങനെ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്ലോറിനേഷൻ ചെയ്യുന്നതിനു മുൻപ് കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അണുനശീകരണം ഫലപ്രദമാകില്ല. കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കുന്നതിനായി ആദ്യം കിണറിന്റെ വ്യാസം എത്ര മീറ്റർ ഉണ്ട് എന്ന് നോക്കണം. അതിനായി കിണറിന്റെ മുകൾ ഭാഗത്തെ റിങ്ങിന്റെ നടുഭാഗത്തുകൂടി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ എത്ര നീളമുണ്ടെന്ന് അളന്നെടുക്കുക. അതാണ് കിണറിന്റെ വ്യാസം. ഇതിന്റെ പകുതിയാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. അതോടൊപ്പം വെള്ളത്തിന്റെ ആഴം എത്ര മീറ്റർ ഉണ്ട് എന്നും അളന്നെടുക്കുക. അതിനായി ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് മുട്ടിച്ച ശേഷം കയറിന്റെ നനവ് അടയാളപ്പെടുത്തുക. അതുമുതൽ ബക്കറ്റിന്റെ താഴെ വരെയുള്ള നീളം എത്ര മീറ്റർ ഉണ്ടെന്ന് കണക്കാക്കുക. തുടർന്ന് 3.14 ഇൻറ്റു ആരം അല്ലെങ്കിൽ റേഡിയസ് ഇൻറ്റു ആരം ഇൻറ്റു ആഴം ഇൻറ്റു 1000 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് കൃത്യമായി കണക്കാക്കാവുന്നതാണ്. സാധാരണ ക്ലോറിനേഷൻ നടത്തുന്നതിന് 2.5 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡറാണ് 1000 ലിറ്റർ വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. വെള്ളത്തിന്റെ അളവ് കണക്കാക്കിയ ശേഷം അതിന് ആവശ്യമായ